സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്. മഴക്കെടുതിയിൽ വലയുകയാണ് കേരളം. ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ മുങ്ങി നമ്മുടെ പ്രധാന നഗരങ്ങൾ. ചെറിയൊരു മഴയിൽ പോലും നഗരങ്ങളെ മുക്കുന്ന വെള്ളക്കെട്ടിന് ഉത്തരവാദി ആരാണ്? മഴക്കാലപൂർവ്വ ശുചീകരണം പേരിന് പോലുമില്ല. അശാസ്ത്രീയ നിർമ്മാണങ്ങൾ മറ്റൊരു വഴിക്ക്. അഴുക്കുചാലുകളും ഓടകളും മാലിന്യം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പ്രധാന കനാലുകളും തോടുകളുമൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ തൊടുക്കുമ്പോൾ പെരുവഴിയിലാകുന്നത് പൊതുജനങ്ങളാണ്. നഗരങ്ങളെ മുക്കിയത് ആര്? ആമയിഴഞ്ചാത്തോട്, പട്ടംതോട്, കരിയിലത്തോട്, കരമനയാറ്, പാർവതി പുത്തനാറ് ഇങ്ങനെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന ആറുകളും തോടുകളും വൃത്തിയാക്കാത്തതും ഓടകൾ ശുചിയാകാത്തതുമാണ് ഒറ്റ മഴയിൽ തലസ്ഥാനത്തെ മുക്കിയത്. എന്നാൽ കിഴക്കേക്കോട്ടയും ചാലക്കമ്പോളവുമൊക്കെ വെള്ളത്തിൽ മുങ്ങിയത് ഇനിയും പൂർത്തിയാകാത്ത സ്മാർട്ട് റോഡ് നിർമ്മാണം കാരണം. മാർച്ച് 31, ഏപ്രിൽ 30, ഇപ്പോൾ ജൂൺ 15. റോഡുകൾ സ്മാർട്ടാക്കാനുള്ള സമയപരിധി ഓരോ മാസം കഴിയുന്തോറും സർക്കാർ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. മഴയൊക്കെ കഴിഞ്ഞ് ഇനി ഇതെന്ന് തീർക്കാനെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. മഴ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം എല്ലായിടത്തും മൊത്തം റോഡുകളെല്ലാം പ്രശ്നമായി കിടക്കുക. എല്ലാ റോഡുകളും പ്രശ്നമായി കിടക്കുക. വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു എന്തോ പറയുന്ന ഒരു പ്രത്യേക ബാലൻസ് ചെയ്തൊക്കെ അങ്ങ് പോവുകയാണ് റോഡ്. ചാറ്റൽ മഴയിൽ കുളമായി കിടന്നിരുന്ന റോഡുകൾ പലതും കനത്ത മഴയിൽ തോടുകളാകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായിരുന്നത്. നാട്ടുകാർ പരസ്യമായി തന്നെ പ്രതിഷേധിച്ചതോടെയാണ് കോർപ്പറേഷൻ ദ്രുതഗതിയിൽ ഇത്തരത്തിൽ ഓടകൾ നിർമ്മിക്കാനുള്ള പണി വീണ്ടും തുടങ്ങിയത്. രണ്ട് മൂന്ന് മോട്ടോർ വെച്ച് പുറത്തോട്ട് അടിച്ച് കളഞ്ഞിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ മഴ പെയ്ത ആ വെള്ളം കിട്ടിയതാണ്. ആ വെള്ളം കിട്ടിയതാണ്. ഈ ഓട അതിനുശേഷമാണ് നിർമ്മിക്കാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെയ്തു വരികയാണ്. ചെയ്തു വന്നാൽ മഴയായാലും വെയിലായാലും നമ്മൾ ചെയ്തു പോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇവിടെ തിരക്കായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടഞ്ഞിടക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളം അങ്ങോട്ട് പോകാത്തത്. കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടുണ്ടായ ചാലക്കമ്പോളത്തിലെ മിക്ക കടകളും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഓടപ്പണി നടക്കുന്നത് കൊണ്ട് ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. ആളുകൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. സാധനങ്ങൾ അവരവരുടെ കടകളിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ഈ മഴയത്ത് ഈ വെള്ളം പോകാത്ത സാഹചര്യമാണ്. ഓട ശരിയല്ല, അതുകൊണ്ട് റോഡ് ഇപ്പം തന്നെ എൻ്റെ മുട്ടോളം വെള്ളമുണ്ട്. ഓട ശരിയല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ വെള്ളപ്പൊക്കത്തിലാണ്. ഇവിടെ കച്ചവടമേ ഇല്ല. ആൾക്കാർ ആരും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ. ആറുകളും തോടുകളും സജ്ജമാക്കി ഓടകൾ വൃത്തിയാക്കിയാലേ നഗരത്തിലെ വെള്ളമൊഴുക്ക് സുഗമമാവുകയുള്ളൂ. എന്നാലേ വെള്ളക്കെട്ട് നിയന്ത്രിക്കാനാകൂ. തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓടകൾ വൃത്തിയാക്കാനുള്ള സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ പദ്ധതി തലസ്ഥാനത്തും വിജയകരമാകുമെന്നാണ് പ്രതീക്ഷ. ഇതൊക്കെയാണ് തലസ്ഥാന നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും പരിഹരിക്കാനെടുത്ത നടപടികളും. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഒറ്റമഴയിൽ തന്നെ ഇടറോഡുകളും പ്രധാന റോഡുകളുമെല്ലാം മുങ്ങുന്ന അവസ്ഥയിലാണ് കൊച്ചി നഗരം. ഇന്നലെ 1 മണിക്കൂറിലധികം മഴ പെയ്തപ്പോൾ തന്നെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വലിയ ബ്ലോക്കാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കലൂരിലാണ്. കലൂരിലൂടെ പോകുന്ന ഈ റോഡിലെ കാഴ്ചകൾ തന്നെ കാണാം. മഴ പെയ്ത് 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ചു നേരം കൂടി മഴ പെയ്താൽ ഇതിലെ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പോകുന്നത് അസാധ്യമായി മാറും. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ
കൃത്യമായി നടക്കാതിരുന്നതാണ് കൊച്ചിയെ ഇത്തവണ വലിയ ദുരിതത്തിലാക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട ജോലികളാണ് ഇത്തവണ പലയിടത്തും നടക്കാതിരുന്നത്. ഓടകളിൽ നിന്ന് മണ്ണ് കോരുന്ന ജോലികൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് ഈ പ്രധാനപ്പെട്ട ഒരു റോഡിലെ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൊച്ചിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന കത്രിക്കടവ് റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇടറോഡുകളുടെ അടക്കം അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പോലും ചോദ്യമുയരുന്നുണ്ട്. മഴക്കാലം ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ലാത്തപ്പോൾ തന്നെ കൊച്ചിയിലെ അവസ്ഥ ഇതാണ്. ഈ കൊച്ചിയിലെ റോഡിലൊക്കെ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ അനാസ്ഥയാണ്. നല്ലപോലെ വെള്ളപ്പൊക്കമുണ്ട്. അതെ, അത് ശരിക്കും കെടുങ്കാര്യസ്ഥത തന്നെ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും. അത് ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. ചെരിവാണ്. സാധാരണഗതിക്കാണെങ്കിൽ ഇറങ്ങിപ്പോവും, ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ഇറങ്ങിപ്പോവും. പക്ഷേ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞാലും കുറച്ച് സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. വെള്ളം കയറുവാണല്ലോ, എപ്പോഴും അത് തന്നെയല്ല. സ്ഥിരം അത് തന്നെ പരിപാടി. വലിയ ബുദ്ധിമുട്ടാണ്, നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ കൃത്യമായി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ തെളിവാണ് കൊച്ചിയിലെ റോഡുകളുടെ കാഴ്ചകൾ. മലബാറിലെ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ വിശേഷങ്ങൾ അഭിജിത്ത് മുഴക്കുന്നിൽ പങ്കുവയ്ക്കും. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കാഴ്ചകൾ നമ്മൾ കണ്ടു. മലബാറിൻ്റെ തലസ്ഥാന നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോടും സ്ഥിതി വ്യത്യസ്തമല്ല. മഴയൊന്ന് കനത്താൽ നഗരത്തിൻ്റെ വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലാകും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് നഗരത്തിൽ ആരംഭിച്ച മഴയ്ക്ക് ശക്തി കുറഞ്ഞത് ഇന്ന് പുലർച്ചെയോടെ. പതിവ് പോലെ നഗരത്തിൻ്റെ വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലായി. മാവൂർ റോഡും സ്റ്റേഡിയം ജംഗ്ഷനും മിഠായി തെരുവിന് മുൻവശവും രൂക്ഷമായ വെള്ളക്കെട്ട്. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ മുങ്ങി. മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും ശുചീകരണവും കൃത്യമായി നടന്നെങ്കിൽ ഇത്തരം അവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്നതാണ് ചോദ്യം. കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷം രംഗത്തെത്തുന്നതും ഇത് ചൂണ്ടിക്കാട്ടിയാണ്. തീർച്ചയായിട്ടും നഗരസഭയുടെ നിസ്സംഗതയും ആസൂത്രണ പിഴവും മൂലമാണ് ഇന്ന് നഗരത്തിൽ ഈ വെള്ളക്കെട്ടിന് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ വാർഡുകൾക്ക് വിതരണം ചെയ്യുന്ന ഫണ്ട്, ആ ഫണ്ട് ശരിക്കും മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാർഡുകളിലെ ഓടകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കേണ്ടതാണ്. പക്ഷേ നാളെ ഇതുവരെ ആയിട്ട് ആകെ ഒന്നാം ഗഡു എന്ന പേരിൽ 50,000 രൂപ മാത്രമാണ് വാർഡുകളിലേക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വെള്ളം കയറി പല വീടുകളിലും ഇത്തരത്തിൽ വെള്ളം കയറുന്നതുമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻപോടിയായിട്ട് നടത്തേണ്ട പല യോഗങ്ങളും ഉന്നതതല യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തിരിക്കുന്നത് മെനഞ്ഞാന്നാണ്. അതായത് ഈ വേനൽ മഴ എന്നറിയപ്പെടുന്ന, അതായത് കനത്ത മഴയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഈ വേനൽ മഴയിൽ ആ മഴ തുടങ്ങിയതിന് ശേഷമാണ് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾക്കുള്ളൊരു യോഗം, പ്രാഥമിക യോഗം നഗരസഭ വിളിച്ചു ചേർക്കുന്നത്. ആ യോഗത്തിൽ നടന്നിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള ചില പരാമർശങ്ങൾ മാത്രമാണ്. വെള്ളക്കെട്ടിന് കാരണം കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടുന്നതിലുണ്ടാകുന്ന കാലതാമസമെന്ന് മേയർ ബീന ഫിലിപ്പ്. പഴി ജലവിഭവ വകുപ്പിന്. കോർപ്പറേഷൻ പണം നൽകിയിട്ടും ആഴം കൂട്ടൽ നടക്കുന്നില്ല എന്നാണ് മേയറുടെ വിമർശനം. എന്ത് ചോദിച്ചാലും ഇറിഗേഷൻകാർ ഇത്ര കൂടുതൽ വേണം, അത്ര കൂടുതൽ വേണം, ഇതെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. എത്ര നമ്മൾ കൊടുത്താലും ഇപ്പോൾ 10 കോടിയിലേറെയായി കൊടുത്തിട്ട് അവരെന്ത് പണം ചോദിച്ചോ അവരുടെ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉടനെ അനുവദിക്കും. കാരണം കാലം കഴിയുന്തോറും എസ്റ്റിമേറ്റ് തുക 10 കോടിയൊന്നും കാണാനില്ല. അവരൊന്നും തുടങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് കാണാത്തത്. നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ അവിടെയുള്ള എക്കലിൻ്റെ സ്വഭാവം CWRDയുമായി ചേർന്ന് നമ്മളതൊക്കെ പഠിച്ചിട്ട് അവിടെ എന്തെല്ലാം കുഴപ്പമുണ്ട്, ഈ മണ്ണ് നമുക്ക് എടുത്ത് എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ, ഈ പഠനങ്ങളെല്ലാം കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്കാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ കോർപ്പറേഷനും കൂടി താല്പര്യം എടുത്തിട്ട് മന്ത്രിയുമായി ചർച്ച ചെയ്ത് മന്ത്രിസഭയിൽ ഒരു തീരുമാനമെടുത്ത് ഇതൊരു എക്സെപ്ഷണൽ കേസ് എന്ന നിലയിൽ ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തും വെള്ളം കയറി. ദുരിതമൊഴിഞ്ഞത് മണിക്കൂറുകൾക്കിപ്പുറം ഇന്ന് പുലർച്ചെ. മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് വെള്ളം കയറിയത്. ജീവനക്കാരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആശുപത്രി ഉൾവശം വൃത്തിയാക്കി. ഡൈനേജിന്റെ ഏരിയയിലൊക്കെ ഇവിടെ കിടക്കണേ. ഇപ്പൊ ഇവിടെ വന്ന് കടക്കൽ ഏരിയ ഇത്, അപ്പൊ ഇവിടെ ഇപ്പൊ വെള്ളം വന്ന് നിൽക്കുക, നമുക്ക് കടക്കാൻ കൊള്ളൂല. വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസം തന്നെയാണ് ഇവിടെ ഉള്ള പുരുഷന്മാർക്കുള്ളത്. കൂട്ടുകാർ വേണ്ടാനുള്ള രൂപത്തിലാക്കുക. പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കുള്ള നിയന്ത്രണം കൊടുക്കുക. അപ്പൊ ഞങ്ങൾ ഈ റൂം വലിച്ചു ചാടുന്നത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോർപ്പറേഷന്റെ വക മാർഗങ്ങൾ പലതുണ്ട്. അറ്റകുറ്റപ്പണിക്കായി തുറന്ന ആൾനൂഴികൾ അടയ്ക്കുക, അഴുക്കുചാലുകളിലെ മണ്ണും മാലിന്യങ്ങളും നീക്കുക, പ്രധാന കനാലുകൾ വൃത്തിയാക്കുക, അങ്ങനെ ഒരുപാട്. എന്നാൽ മഴക്കാലമെത്താൻ ദിവസങ്ങൾ ശേഷിക്കെ
യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവയൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നതാണ് നഗരവാസികളെ ആശങ്കപ്പെടുത്തുന്നത്. ഒരൊറ്റ മഴയിൽ സംസ്ഥാനത്തുണ്ടായ ദുരിതമാണ് നാം കണ്ടത്. ഇടവപ്പാതി പടിവാതിലിലെത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം എന്ന മുന്നറിയിപ്പ് കൂടി ഈ മഴ നൽകുന്നുണ്ട്. മഴക്കാലം എത്തിക്കഴിഞ്ഞാണ് മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് എങ്കിൽ ദുരിതം ഇരട്ടിയാകുമെന്നുറപ്പ്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, 24.